കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നാൾ അടുത്തിരിക്കുന്നു, അതെ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം, ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. For the day is near, even the day of the Lord is near. It will be a day of clouds, the time of the Gentiles. ഈ വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ യഹോവയായ ദൈവം മിസ്രൈമിനോട് യെഹെസ്കേലിൽ കൂടി അരുളി ചെയ്ത വാക്കുകളാണിത്. മിസ്രൈമിന്റെ വർദ്ധിച്ചു വരുന്ന അഹങ്കാരത്തിന്റെയും സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന അവരുടെ ജീവിത രീതിയുടെ പരിണത ഫലവുമാണ് ഈ ന്യായവിധി പ്രവചനം. യഹോവ അരുളി ചെയ്തതുപോലെ അവർക്ക് വന്നു ഭവിച്ചത് ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട്. നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നാൾ അടുത്തിരിക്കുന്നു, അതെ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു എന്നുള്ള പ്രയോഗം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ കഴിയും. ഈ കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് കർത്താവിന്റെ നാളുമായിട്ടുള്ള ബന്ധം എന്താണ്? 1 കൊരിന്ത്യർ 1:8 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. 7-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരോടാണ് ഈ വാക്കുകൾ പറയുന്നത്. ഭൂരിഭാഗം ആളുകളും കർത്താവിന്റെ ദിവസത്തെ ഒരു കാലഘട്ടവുമായോ അല്ലെങ്കിൽ അവന്റെ ലോകത്തിലും മനുഷ്യവർഗത്തിനുമുള്ള ദൈവത്തിന്റെ ഇഷ്ടവും ഉദ്ദേശവും നിറവേറുന്ന ഒരു പ്രത്യേക ദിവസമായോ ബന്ധപ്പെടുത്തുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവിക ന്യായവിധിയുടെ വരാനിരിക്കുന്ന സമയത്തെ പരാമർശിക്കുവാൻ തിരുവെഴുത്തുകളിൽ കർത്താവിന്റെ ദിവസം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമകാലത്ത് ഈ ദിവസം ന്യായവിധിയുടെ ദിവസങ്ങളായിരുന്നു എന്ന് പ്രവാചകന്മാർ രേഖപ്പെടുത്തി. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ വീണ്ടെടുക്കുവാനും ദുഷ്ടന്മാരെ നാശത്തിൽ അയക്കാനുമുള്ള ദിവസം ക്രിസ്തു മടങ്ങി വരുമ്പോൾ കർത്താവിന്റെ ദിവസം ഒരു തൽക്ഷണ സംഭവമായിരിക്കുമെന്ന് വേദപണ്ഡിതാക്കന്മാർ കരുതുന്നു. അത് മേഘമുള്ള ദിവസമെന്ന് യെഹെസ്കേൽ പറയുമ്പോൾ യോവേൽ പ്രവാചകന്റെ വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തികൾ 2:20 എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. അപ്പോൾ എന്താണ് ഈ കർത്താവിന്റെ ദിവസം? ദൈവജനം ആ ദിവസത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ലെങ്കിലും അത് തീർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കണക്കെടുപ്പിന്റെയും നാശത്തിന്റെയും ദിവസമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് നാം അവസാനത്തോളം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത പാപികൾക്ക് ഇത് ഭീകരതയുടെ ദിവസമായിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് പ്രത്യാശയുടെ ദിവസമായിരിക്കും. 2 കൊരിന്ത്യർ 1:14 പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ദിവസം എന്നാണ് വരുന്നത് എന്നുകൂടെ നാം അറിഞ്ഞിരിക്കണം. പത്രോസ് പറയുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന്. പൗലോസ് പറയുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്ക. കർത്താവിന്റെ ദിവസത്തിൽ നാം കർത്താവിനോട് കൂടെയായിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. God bless you all with these words. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട
കർത്താവിൻ